തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലായിരിക്കും മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. ഏതായാലും 4 പേരാണ് ഇന്ന് പുലർച്ചെയുണ്ടായ അപകടത്തിൽ പത്തനംതിട്ട മല്ലശ്ശേരി സ്വദേശികളായ ഒരു കുടുംബത്തിലെ 4 പേരാണ് വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ വിവരങ്ങളുമായി സുജു ടി ബാബു ഒരിക്കൽ കൂടി ചേരുന്നു. സുജു, ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നേരത്തെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴാണ് പൂർത്തിയാകുക? അത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണോ? ാണ് പൂർത്തിയായിരിക്കുന്നത്. ഇതിന്റെ അപകടത്തിൽ മരിച്ച നിഖിൽ, അതായത് നിഖിലിന്റെ പിതാവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നിഖിലിന്റെ അച്ഛൻ മത്തായി ഉപ്പിന്റെ മൃതദേഹമാണ് ഇപ്പോൾ നടപടികൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നത്. ഇനി മറ്റ് 3 ആളുകളുടെ പോസ്റ്റ്മോർട്ടം കൂടി നടത്താനുണ്ട്. നിഖിൽ, അനുവിന്റെ പിതാവിന്റെ ബിജു പി ജോർജ് എന്നിവരുടെയാണ് പോസ്റ്റ്മോർട്ടം ഇനി നടക്കാനിരിക്കുന്നത്. ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് ബിജുവിന്റെ പിതാവിന്റെ അഖിലിന്റെ പിതാവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റി അവർ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കുമെന്നാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതായത് നിഖിലിന്റെ സഹോദരി വിദേശത്ത് നിർത്താനുണ്ട്. ആ ഒരു കാരണത്താലാണ് ഇപ്പോൾ ഇവരുടെ മോർച്ചിലേക്ക് സൂക്ഷിക്കുന്നത്. സഹോദരി എത്തുന്ന കാര്യത്തിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ എത്തുന്ന സമയവും ശ്രമങ്ങളും അനുസരിച്ചായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ കുടുംബം നിശ്ചയിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ വെച്ച് തന്നെയാണ് മറ്റു 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുക. 4 പേരുടെയും മൃതദേഹം എത്തിച്ചിരുന്നു. ആദ്യം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിയിരിക്കുന്നത് നിഖിലിന്റെ അച്ഛൻ മത്തായി ഇപ്പിന്റെയാണ്. അനു, ബിജു പി ജോർജ്, നിഖിൽ എന്നിവരുടെ പോസ്റ്റ്മോർട്ടം കൂടെ നടത്താനുണ്ട്. ഈ കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നമ്മൾ ആദ്യം മുതൽ പറയുന്നത് പോലെ തന്നെ ഒരു വിരുന്ന് വീട് 15 ദിവസം മുമ്പ് കല്യാണ വീടായിരുന്നു. അതിനുശേഷം വളരെ സന്തോഷത്തോടെ അവർ വിനോദയാത്രയ്ക്കായി മലേഷ്യയിലേക്ക് പോവുകയായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഇത്തരം ഒരു തിരിച്ച് അതിനുശേഷം സന്തോഷത്തോടെ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് അവർ വളരെ സന്തോഷത്തോടെ ഈ അനുവും നിഖിലും ഇവരുടെ 2 പേരുടെയും പിതാക്കന്മാരും ഒത്ത് വരുന്ന വഴിയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അത് നമുക്കറിയാം, കണ്ടിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് പോലും താങ്ങാവുന്നതിലും അപ്പുറത്ത ഒരു ദുഃഖമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം സന്തോഷത്തോടെ വിനോദയാത്രയ്ക്കായി മലേഷ്യയിലേക്ക് പോവുകയായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഇത്തരം ഒരു തിരിച്ച് അതിനുശേഷം സന്തോഷത്തോടെ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് അവർ വളരെ സന്തോഷത്തോടെ ഈ അനുവും നിഖിലും ഇവരുടെ 2 പേരുടെയും പിതാക്കന്മാരും ഒത്ത് വരുന്ന വഴിയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അത് നമുക്കറിയാം, കണ്ടെത്തിക്കുന്നവർക്കോ അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് പോലും താങ്ങാവുന്നതിലും അപ്പുറത്ത ഒരു ദുഃഖമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മോർച്ചറിക്ക് മുമ്പിലും അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം. ബന്ധുമിത്രാദികൾ നമുക്ക് അവരുടെ ആ മുഖത്തു നിന്ന് തന്നെ വായിച്ചെടുക്കാവുന്നതാണ്. അവർക്ക് അവരെ സംബന്ധിച്ചുള്ള ഈ സ്ഥലത്ത് ആദ്യമെത്തിയ ഈ രക്ഷാപ്രവർത്തനം എത്തിയ ആളുകൾ സൂചിപ്പിക്കുന്നത് ഇത് വലിയ ശബ്ദം കേൾക്കുന്നു. പിന്നീട് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ തന്നെ ആ സ്ഥലത്ത് വെച്ച് തന്നെ 3 പേരും മരണപ്പെട്ടു എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. അനുവിന് ജീവൻ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ അനുവിനെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് ബിജുവാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. അദ്ദേഹം ഈ വാഹനത്തിന്റെ സംഭവത്തെ പറ്റി ദൃക്സാക്ഷി അല്ലെങ്കിൽ ഈ ആന്ധ്രാപ്രദേശിന്റെ തീർത്ഥാടകരാണല്ലോ എതിർവശത്ത് വന്നിരുന്നത്. അപ്പൊ അവരുടെ ഒരു സാക്ഷിമൊഴികളിൽ നിന്ന് പോലീസിന് ലഭ്യമാകുന്ന വിവരം ഈ വാഹനം എതിർ ദിശയിൽ നിന്ന് അമിത വേഗത്തിലെത്തി ഈ ബസ്സിലേക്ക് ഇടിച്ചു കയറി എന്നാണ് നമുക്ക്. ശരി, സുജു ആണ് ഉണ്ട്. കൃത്യമായ വിവരങ്ങൾ നമ്മൾ സിജു രാവിലെ 6 മണി മുതൽ തന്നെ അല്ലെങ്കിൽ 7 മണി മുതൽ തന്നെ ഈ വാഹനം ഓടിച്ചത് ആരായിരുന്നെന്നും കൃത്യമായ വിവരങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നൽകുന്നുണ്ട്. അതിൽ വളരെ കൃത്യമാണ്, വാഹനം ഓടിച്ചത് ബിജു ആയിരുന്നു. 4 ആളുകളായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതായത് ഒരു കുടുംബത്തിലെ 4 അംഗങ്ങൾ, അനുവും അനുവിന്റെ പിതാവും ബിജുവും ബിജുവിന്റെ പിതാവുമായിരുന്നു. അതായത് പത്തനംതിട്ട കോന്നിയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേരാണ് മരിച്ചത്. അതിൽ നിഖിൽ, അനു എന്നിവർ നവദമ്പതികളാണ്. അവർ വിവാഹശേഷം മലേഷ്യയിൽ ട്രിപ്പ് പോയതിനു ശേഷം വരുന്ന വഴിയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഇരുവരുടെയും പിതാക്കന്മാർ വാഹനത്തിൽ വിളിച്ചുകൊണ്ട് വരുന്നതിനിടെയാണ് മല്ലശ്ശേരി സ്വദേശികളാണ്. വീട്ടിലേക്ക് എത്തുന്നതിന് 7 കിലോമീറ്റർ മുമ്പാണ് ഈ അപകടമുണ്ടാവുകയും അനുവിൻ്റെ പിതാവ് ബിജു ജോർജാണ് വാഹനം ഓടിച്ചിരുന്നത്.
ബിജു ജോർജ് ഉറങ്ങിപ്പോയതാകാം ഈ അപകടത്തിനിടയാക്കിയെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പ്രാഥമികമായി പറയാൻ കഴിയുന്നത്. ഏതായാലും വലിയ ദാരുണമായ ഒരു സംഭവം ഇന്ന് പുലർച്ചെ 4:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ മത്തായി ഈപ്പൻ്റെ, അതായത് ഈ നിഖിലിൻ്റെ പിതാവ് മത്തായി ഈപ്പൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ആംബുലൻസിൽ സ്വകാര്യ മോർച്ചറിയിലേക്ക് പോകുന്നു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്. സുജു ടി ബാബു ഒരിക്കൽ കൂടി ചേരുന്നു. സുജു, ഈ സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് നടക്കുക? ഇനി മറ്റാരെങ്കിലും, ഈ ബന്ധുക്കളടക്കം ആരെങ്കിലും വിദേശത്തു നിന്നോ മറ്റോ എത്താനുണ്ടോ? എന്താണ് അത് സംബന്ധിച്ച് വിവരങ്ങൾ നൽകാനുള്ളത്? പത്തനംതിട്ട കോന്നിയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേർ ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. ഇതിൽ പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകല്ലിലാണ് ബസ്സും കാറും, ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും കാറും കൂട്ടിയിടിച്ച് 4 പേർ മരിക്കാനിടയാക്കിയത്. അതിൽ ഒരാളുടെ പോസ്റ്റ്മോർട്ടം നിഖിലിൻ്റെ പിതാവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നു. കാർ യാത്രികരായ കോന്നി മല്ലശ്ശേരി സ്വദേശികളായ മത്തായി ഈപ്പൻ, അനു, നിഖിൽ, ബിജു പി ജോർജ് എന്നിവർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. നവംബർ 30-നായിരുന്നു അനുവിൻ്റെയും നിഖിലിൻ്റെയും വിവാഹം. ശബ്ദം കേട്ട് ഓടിയെത്തിയതിനു ശേഷമാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞെന്ന് ദൃക്സാക്ഷികൾ പറയുകയും ചെയ്തു. സുജു ടി ബാബു ഒരിക്കൽ കൂടി ചേർന്നു. സുജു, ഈ സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണോ? എന്നായിരിക്കും, നാളെയോ എന്നാണ് ഈ തീയതിയെ സംബന്ധിച്ച വ്യക്തത വന്നിട്ടുണ്ടോ? പത്തനംതിട്ടയിലുണ്ടായ വാഹനാപകടത്തിൽ 4 പേരുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. ഇന്ന് പുലർച്ചെ 4:30 കൂടിയാണ് വാഹനാപകടം ഉണ്ടായത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനവും ബസ്സും ഈ കുടുംബാംഗങ്ങൾ സഞ്ചരിച്ച കാറും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. 3 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. അതിൽ നിഖിലും അനുവും നവദമ്പതികളാണ്. നവംബർ 30-നായിരുന്നു അവരുടെ വിവാഹം. അതിനുശേഷം മലേഷ്യ ട്രിപ്പിന് ശേഷം തിരികെ വരികയായിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് വരുമ്പോഴാണ്, മല്ലശ്ശേരിയിലെ വീട്ടിലേക്ക് വരുന്നതിനിടെ 7 കിലോമീറ്റർ, വീട് എത്തുന്നതിന് 7 കിലോമീറ്റർ മുൻപ് വച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. വളരെ സന്തോഷകരമായ ഒരു നിമിഷങ്ങൾ, അതായത് വിവാഹശേഷം ഹണിമൂൺ ട്രിപ്പ് പോയതിനു ശേഷം വരുന്നതിനിടെയാണ് ഇരുവരുടെയും, അതായത് നിഖിലിൻ്റെ പിതാവും ബിജു ജോർജിൻ്റെ പിതാവും ഈ അനുവിൻ്റെ പിതാവ് ബിജു ജോർജും ഒരുമിച്ചാണ് ഇവരെ ഈ വിമാനത്താവളത്തിൽ നിന്ന് വിളിക്കാൻ പോയത്. അതിനുശേഷമുള്ള വരവിലായിരുന്നു ഈ അപകടം ഉണ്ടായത്.